ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മുടെ എസ് എസ് സിയുടെ ഈ വർഷത്തെ എക്സാംസ് ഒക്കെ തന്നെ ഇനി ഈ വരുന്ന ഒരു ഏപ്രിൽ കഴിയുമ്പോൾ നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ റിലീസ് ചെയ്തു. സോ ആ ഒരു കലണ്ടർ അനുസരിച്ച് നമുക്ക് ഈ ഒരു ഏപ്രിൽ കഴിയുമ്പോൾ, ഏപ്രിൽ തൊട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് പറയാം. ആൻഡ് ഏപ്രിൽ കഴിഞ്ഞ മെയ് തൊട്ടാണ് നമ്മുടെ ഓരോ എക്സാംസ് ആയിട്ട് വിളിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മെയ്യിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ എക്സാം, അല്ലെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ എസ് എസ് സിയുടെ ആദ്യത്തെ എക്സാം ആണ് നമ്മുടെ എസ് എസ് സിയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എസ് എസ് സിയുടെ തന്നെ ഏറ്റവും നല്ല എക്സാം, എസ് എസ് സി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഏറ്റവും ടോപ്പ് ലെവൽ ഗവൺമെന്റ് ഓർഗനൈസേഷനിലേക്കുള്ള ഗ്രൂപ്പ് ബി തൊട്ട് താഴോട്ടുള്ള പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് നമ്മുടെ എസ് എസ് സിയുടെ CGL എക്സാം വഴി നടത്തുന്നത്. ഗ്രൂപ്പ് എ നമുക്കറിയാം സിവിൽ സർവീസ് ആണ്. അതിന്റെ താഴോട്ടുള്ള സിവിൽ സർവീസ് തൊട്ട് താഴെ വരുന്ന പോസ്റ്റിലോട്ട് താഴോട്ടുള്ള പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ എസ് എസ് സിയുടെ CGL എക്സാം നടത്തുന്നത്. ലൈക്ക് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പേ ലെവൽ 7 വരുന്ന ലെവൽ 7 തൊട്ട് നമുക്ക് താഴോട്ടുള്ള പോസ്റ്റുകളുടെ റിക്രൂട്ട്മെന്റ്സ് ആണ് നമുക്ക് ഈ പറയുന്ന എസ് സിയുടെ CGL എക്സാം വഴി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു CGLന്റെ എക്സാം അണ്ടറിൽ വരുന്ന ഒരുപാട് പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻകം ടാക്സ് ആയാലും, കസ്റ്റംസ് ഓഫീസർ ആയാലും, കസ്റ്റംസിന് അടിയിൽ തന്നെ വരുന്ന പ്രിവെന്റീവ് ഓഫീസർ ആയാലും, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ടാക്സസിന്റെ അണ്ടറിൽ വരുന്ന ഇൻകം ടാക്സ് ഓഫീസർ ആയാലും, പിന്നെ അതുപോലെ CBI, NIA ഇങ്ങനെയൊക്കെ വരുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള പോസ്റ്റുകളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഫീൽഡ് വർക്ക് ഒക്കെ വരുന്ന, കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന, കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുന്ന, കുറച്ച് എന്താ പറയുക ഡൈനാമിക് ആയിട്ടുള്ള പോസ്റ്റുകൾ, ഓക്കെ, അങ്ങനെയുള്ള പോസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിന്റെ ഇടയ്ക്ക്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള സെഷൻസ് ഒക്കെ കണ്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടുന്ന് വീഡിയോസ് ഒക്കെ തന്നെ കണ്ടു നോക്കാവുന്നതാണ്. ആ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതും, അതിന്റെ കട്ട് ഓഫ് ഏകദേശം എത്രയൊക്കെ വേണമെന്നുള്ളതും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ ആ ഒരു എക്സാംസ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിനെ കുറിച്ചും അറിയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഓൾറെഡി കുറേ വീഡിയോസ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിന്റെ ഇടയ്ക്ക് എക്സാം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേര് കാണും, ജസ്റ്റ് പഠിച്ചു തുടങ്ങി കുറച്ചാളായവർ കാണും, ലൈക്ക് ആ പോസ്റ്റിനെ കുറിച്ച് പക്ഷേ വലിയ ഒരു ഐഡിയ ഇല്ലാത്തവർ കാണും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നല്ലപോലെ മനസ്സിലാക്കി സാലറി ആയാലും ശരി, കട്ട് ഓഫ് ആയാലും ശരി, അതിന്റെ Tier 2 കട്ട് ഓഫ് എന്തായാലും ശരി, Tier 2 കട്ട് ഓഫ് അടക്കം ഏകദേശം എത്ര കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് അടക്കം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കാണാത്തവർ ഡെഫിനറ്റ്ലി ചാനൽ ചെയ്യുന്നത് കണ്ടു നോക്കുക. പക്ഷേ ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരുപാട് ഡൈനാമിക് ആയിട്ടുള്ള പോസ്റ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പം കുറച്ച് പേരെങ്കിലും ചോദിച്ച ഒരു കാര്യമാണ്, എനിക്ക് അത്രയും ഡൈനാമിക് ആയിട്ടുള്ള പോസ്റ്റ് അല്ല, ഞാൻ കുറച്ചുകൂടി എന്താ പറയുക സമാധാനമായിട്ട് ഓഫീസിലെ ഡെസ്കിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരുപാട് ഫീൽഡ് വർക്കോ അങ്ങനെ ഒരു ലൈം ലൈറ്റിലേക്കോ ഒക്കെ വരുന്ന രീതിയിലുള്ള കുറച്ച് റിസ്കി ആയിട്ടുള്ള ജോബിലൊന്നും പ്രിഫർ ചെയ്യുന്നില്ല, എനിക്ക് കുറച്ചുകൂടി ഡെസ്ക് ജോബ്സ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ എനിക്ക് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നമ്മുടെ ഇതേ ലെവലിൽ തന്നെ വരുന്ന നല്ല പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ എസ് എസ് സിയുടെ CGLന്റെ എക്സാമിന്റെ അണ്ടറിലുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻസ് ചിലരെങ്കിലും ചോദിച്ചായിരുന്നു. കമന്റ്സിലായാലും ശരി, അല്ലാതായാലും ശരി, ആ വീഡിയോസ് കണ്ടവരായാലും ശരി, നേരിട്ട് കണ്ട സമയത്തായാലും ശരി, അവരൊക്കെ തന്നെ ചോദിച്ചായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ ബെസ്റ്റ് ഡെസ്ക് ജോബ് അണ്ടർ SSC CGL എക്സാം 2026 അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതേ സെക്യൂർ ഫ്യൂച്ചറുള്ള ഓഫീസ് കംഫോർട്ടിൽ ഇരുന്ന് ഫീൽഡ് വർക്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ നമ്മുടെ SSCയുടെ CGL എക്സാമിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ തന്നെ ആദ്യമേ എനിക്ക് നിങ്ങളോട് വൺസ് അഗൈൻ ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ഈ വർഷത്തെ എക്സാംസിനെ കുറിച്ചാണ്. നമ്മുടെ SSCയുടെ CGLന്റെ ഒരു എക്സാമിന്റെ ടെന്റേറ്റീവ് കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ 2026-2027 ഇതിൽ തന്നെ നമ്മുടെ ആദ്യത്തെ എക്സാം വരുന്ന SSCയുടെ CGL എക്സാം ആണ്. നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന മാർച്ചിലാണ്, ഏപ്രിൽ വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മെയ്യിലാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. മെയ് ജൂൺ കൊടുത്തിട്ടുണ്ടെങ്കിലും മെയ്യിൽ തന്നെ ആയിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. ബിക്കോസ് ആദ്യത്തെ എക്സാം അതാണ്. മെയ് ജൂണിന് ഒരു എക്സാമിനല്ല 3 എക്സാമിന് മെയ് ജൂണിന് കൊടുത്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും ഈ ഒരു മെയ്യിൽ തന്നെ CGL നടന്നാലേ മിക്കവാറും നമുക്ക് മെയ് ജൂണിൽ ഈ ബാക്കിയുള്ള എക്സാംസ് കൂടി കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി CGL കഴിഞ്ഞു കഴിഞ്ഞാൽ CGL ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. 18 to 30 ഇയേഴ്സിന്റെ ഇടയ്ക്കുള്ള, ലൈക്ക് ചില പോസ്റ്റുകൾ 27 ഉണ്ട്, ഒരു പോസ്റ്റ് 32 ഉണ്ട്. ബട്ട് ജനറൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി പോസ്റ്റും വരുന്നത് 18 to 30 ഏജ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ജസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം മതി, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതെന്ന് പറയുന്നത്.
ഇനി അത് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ എക്സാം നിങ്ങൾക്കറിയാം എഞ്ചിനീയേഴ്സിനുള്ളതാണ്. സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള ഒരു എക്സാം ആണിത്. അപ്പോൾ അത് എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന, ലൈക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും ഗ്രാജുവേറ്റ് ആയിരിക്കും. പിന്നെ ഓൾറെഡി ഡിഗ്രി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ എഴുതാൻ പറ്റും. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് അടുത്ത എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് 10th 12th ഗ്രാജുവേഷനും നിങ്ങൾ പഠിച്ച ഡിഗ്രി വെച്ചൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ SSCയുടെ CHS ഉണ്ട്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 ആണ്. 12th മാത്രം ഉണ്ടായിരുന്നാൽ മതി. ആൻഡ് അഗെയിൻ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതെന്ന് പറയുന്നതും. പിന്നെ നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആ ഒരു MTSന്റെ എക്സാം നമ്മൾ പറയും. 10th ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതെന്ന് പറയുന്നത്. പക്ഷേ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിനും സിലബസ് സെയിം ആണ്. എക്സാമിന്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്, ക്വസ്റ്റിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, മാർക്കിലൊക്കെ വ്യത്യാസം കാണും. പക്ഷേ ഒരേ സിലബസ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എക്സാംസ് എല്ലാം തന്നെ എഴുതുന്നത്. ആ ഒരു ജൂനിയർ എഞ്ചിനീയർ നമ്മൾ പറഞ്ഞ പോലെ അത് കുറച്ച് പേർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. ബട്ട് അതർവൈസ് നമ്മൾ ഈ ടിക്ക് ചെയ്യുന്ന ഈ എക്സാംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു സിലബസിൽ തന്നെ വർക്ക് ചെയ്യുന്ന എക്സാംസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ SSCയുടെ CPA ഉണ്ട്. അത് അഗെയിൻ ഗ്രാജുവേഷൻ വേണം. സെൻട്രൽ പോലീസ് ഓഫീസർ, പിന്നെ അതുപോലെ നമ്മുടെ SSCയുടെ GD ഉണ്ട്. അത് അഗെയിൻ 10th ക്ലാസ് ആണ്. ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാമാണ് SSCയുടെ GD. ഇപ്പൊ ഞാൻ ആ ടിക്ക് ചെയ്തേക്കുന്ന 6 എക്സാംസ്, ആ 6 എക്സാംസ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് ആ 6 എക്സാം. പിന്നെ അതിലും നമുക്ക് ഈ പറഞ്ഞ CPAയും ആ ഒരു SSCയുടെ GDയും ഈ 2 പോസ്റ്റിന് നമുക്ക് ഫിസിക്കൽ കൂടി വരും. എനിക്ക് ചില ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ എഫിഷ്യൻസി അവർ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ചെറിയ ഫാക്ടർ കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ബട്ട് അതർവൈസ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് ഈ 6 എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും നല്ല എക്സാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് SSCയുടെ CGL എക്സാം. ബിക്കോസ് ഇപ്പം നമുക്കറിയാം ഒരു കമ്പൈൻ നമ്മുടെ CHSL എക്സാം ആണെങ്കിൽ ഇതിപ്പോ ഫുള്ളി ഡെസ്ക് ജോബ് ആയിരിക്കും. ആർക്കും ഫീൽഡിൽ പോയി അങ്ങനെ വർക്ക് ചെയ്യുന്ന കേസസ് വളരെ റയർ ആയിട്ട് കുറവ് മാത്രമേ വരത്തുള്ളൂ. ഒരു ഫുൾ ഓൺ ഫീൽഡ് ജോബ് ആയിരിക്കത്തില്ല അതൊരിക്കലും. ഓക്കെ, എന്തെങ്കിലും ചില ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ മാത്രമേ ഒരു ഫീൽഡ് വർക്ക് വരാൻ സാധ്യതയുള്ളൂ. ബട്ട് അതർവൈസ് ഫീൽഡ് വർക്ക് വരാൻ സാധ്യമൊന്നുമില്ല. അതുപോലെ MTS നമുക്ക് ഈ പറഞ്ഞ സപ്പോർട്ടിംഗ് ഫീൽഡ് വർക്ക് അല്ലാതെ നമുക്ക് ഒരു ഫുൾ ടൈം ഫീൽഡ് വർക്ക് ജോബ് അല്ല അഗെയിൻ MTS എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ വരുമ്പോഴാണ് ഫീൽഡ് വർക്ക് നമ്മുടെ കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ നേരത്തെ ഡൈനാമിക് ആയിട്ടുള്ള ജോബ് ആയതുകൊണ്ടാണ് നമുക്ക് ഫീൽഡ് വർക്ക് കുറച്ചുകൂടി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു CGL എക്സാമിന്റെ ഉണ്ടല്ലോ, അതും ഏറ്റവും നല്ല എക്സാം, നമ്മൾ നേരത്തെ ഏറ്റവും ഹൈ പേ സ്കെയിലുള്ള ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സാമാണ് SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. ഇനി അതിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി കാണിച്ചു തരാം. ആദ്യമേ പേ ലെവൽ 80 വരുന്ന പോസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പേ ലെവൽ 7 എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ 2 പോസ്റ്റുകൾ പേ ലെവൽ 80 വരുന്ന, ഞാൻ നേരത്തെ CGLന്റെ അണ്ടറിൽ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ഒരു പോസ്റ്റുകൾ CGLന്റെ അണ്ടറിൽ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പേ ലെവൽ 8 എന്ന് പറയാതെ പേ ലെവൽ 7 എന്ന് പറയാൻ കാരണം. ബിക്കോസ് ഇത് രണ്ടും പേ ലെവൽ 80 വരുന്ന പോസ്റ്റുകളാണ്. പക്ഷേ ഇത് നമുക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ പോസ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ശരിക്കും ഇപ്പം വിളിക്കുന്ന പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ CGLന്റെ എക്സാം അണ്ടറിൽ വിളിക്കുന്ന പോസ്റ്റുകൾ. അതിൽ ഏറ്റവും നല്ല പോസ്റ്റാണ് പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80,000-90,000 സാലറി വരുന്ന അതിൽ കൂടുതൽ വരുന്ന പോസ്റ്റുകളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ഇതിൽ പെട്ടെന്ന് ഞാൻ ഇപ്പൊ ഏതൊക്കെ ഫീൽഡ് വർക്ക് വരുന്ന, നമ്മൾ നേരത്തെ പോലെ ഡെസ്ക് ജോബ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ ആദ്യത്തെ ഇതെല്ലാം നമ്മുടെ ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അത് നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലായിക്കോട്ടെ, നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ ആയിക്കോട്ടെ, റെയിൽവേ മിനിസ്ട്രി ആയിക്കോട്ടെ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ആയിക്കോട്ടെ, എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മിനിസ്ട്രി ആയിക്കോട്ടെ, പിന്നെ ബാക്കിയുള്ള മിനിസ്ട്രി ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ നമ്മുടെ ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് ഏറ്റവും നല്ല പോസ്റ്റ്. നമ്മുടെ ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് ഡൽഹിയിലാണ് ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഡൽഹി തന്നെയാണ് പോസ്റ്റിംഗ് വരുന്നത്, നമുക്ക് വേറെ സ്റ്റേറ്റിൽ പോസ്റ്റിംഗ് വരത്തില്ല. അപ്പൊ ഇതെല്ലാം ഗ്രൂപ്പ് ബി പോസ്റ്റിലാണ് നമ്മുടെ സിവിൽ സർവീസിന്റെ തൊട്ടടി വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റിയ എല്ലാത്തിന്റെ ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ് വരുന്നത്. പക്ഷെ താഴോട്ട് വന്നാൽ നമ്മുടെ ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഓഫീസർ, എക്സൈസ് ഓഫീസർ, പ്രിവെന്റീവ് ഓഫീസർ, എക്സാമിനർ, ഇവരൊന്നും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഡെസ്ക് ജോബ് ആയിരിക്കത്തില്ല. അതെല്ലാം പ്രോപ്പർ ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും രണ്ടും വരുന്ന പോലത്തെ പോസ്റ്റുകളായിരിക്കും. അതുപോലെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, പിന്നെ സബ് ഇൻസ്പെക്ടർ, പിന്നെ ഇൻസ്പെക്ടർ പോസ്റ്റ്, ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ഫീൽഡിൽ പോയി വർക്ക് ചെയ്യേണ്ട പോലത്തെ പോസ്റ്റുകളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടടിയിലുള്ള പേ ലെവലിലേക്ക് വരണമെങ്കിൽ പേ ലെവൽ 6 വന്നു കഴിഞ്ഞാൽ അഗെയിൻ നമ്മുടെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇതൊക്കെ നമുക്ക് ഓഫീസ് പ്ലസ് കുറച്ചൊക്കെ ഫീൽഡ് വരും.
പിന്നെ നമ്മുടെ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ഇത് അഗെയിൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡെസ്ക് ജോബ് ആയിരിക്കും എന്ന് പറയാം. പിന്നെ റിസർച്ച് അസിസ്റ്റന്റ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതും ഒരു ഡെസ്ക് ജോബ് ആയിരിക്കും. പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ്, അത് നമുക്ക് ഡെസ്ക് ജോബ് ആയിരിക്കും. പിന്നെ സബ് ഇൻസ്പെക്ടർ NIA ഒരിക്കലും ഡെസ്ക് ജോബ് ആയിരിക്കത്തില്ല. നമുക്കറിയാം ഡെസ്ക് ജോബ് വരും, പക്ഷെ നമുക്ക് കൂടുതലും ഫീൽഡിലായിരിക്കും. NIA ഇൻസ്പെക്ടർ ആണ്, ഉറപ്പായിട്ടും ഫീൽഡിലായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതും നമുക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷേ ഇത് അഗെയിൻ ഒരു ഫീൽഡ് വർക്ക് ആയിരിക്കത്തില്ല, ഡെസ്ക് ജോബ് ആയിരിക്കും. നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതൊരു ഡെസ്ക് ജോബ് ആണ്. നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിലാണ് അത് വരുന്നത്. 32 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരേ ഒരു പോസ്റ്റ് ഇത് മാത്രമാണ്. പക്ഷെ ഇതിന് ചില അഡീഷണൽ പേപ്പേഴ്സ് അടക്കം നമുക്ക് എഴുതേണ്ടി വരും CGL എക്സാമിലേക്ക് വരുമ്പോൾ. പിന്നെ ഈ കാണുന്ന പോസ്റ്റുകൾ ഓഡിറ്ററും അക്കൗണ്ടന്റ്, പല മിനിസ്ട്രീസിലും പല ഓഫീസിലേക്കുമാണ് ഇത് വിളിക്കുന്നത്. ഇതെല്ലാം ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്, നമ്മുടെ ബിയുടെ തൊട്ടടി വരുന്ന. ആൻഡ് 27 വയസ്സ് വരെയാണ് ഇത് വരുന്നത്. ആൻഡ് ഇതെല്ലാം തന്നെ എന്താണ്, നമ്മുടെ ഈ പറയുന്ന ഡെസ്ക് ജോബ് ആയിരിക്കും. ഫീൽഡിൽ പോയുള്ള വർക്കുകൾ വളരെ കുറവായിരിക്കും, മോസ്റ്റ്ലി എല്ലാം തന്നെ ഡെസ്ക് ജോബ് ആയിരിക്കും ഇതെല്ലാം തന്നെ. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള വരുന്ന പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, അഗെയിൻ ഇതൊരു ഡെസ്ക് ജോബ് ആയിരിക്കും. സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഡെസ്ക് ജോബ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ ഓഫീസ് വർക്കുകൾ വരുന്ന ചെറിയ പോസ്റ്റുകളാണ്. പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, അതും ഡെസ്ക് ജോബ് ആയിരിക്കും. പിന്നെ ടാക്സ് അസിസ്റ്റന്റ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സിന്റെ അകത്ത്, കസ്റ്റംസിന്റെ അകത്ത്, ലൈക്ക് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിലും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും, ഈ രണ്ടിലും വരുന്നതാണ്. അതിൽ നമ്മുടെ ഈ പറഞ്ഞ ഇൻസ്പെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാക്സ് അസിസ്റ്റന്റ് ജോലി. അത് കൂടുതലും നമുക്ക് ഓഫീസ് വർക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഗെയിൻ സബ് ഇൻസ്പെക്ടർ, നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഓഫ് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, അഗെയിൻ അത് ഫീൽഡ് വർക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പം നമ്മളിപ്പോൾ ടിക്ക് അടിച്ച ഈ ഒരു പോസ്റ്റിലൊക്കെയാണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഫീൽഡ് ജോബ് അല്ലാതെ പ്രോപ്പർ ഡെസ്ക് ജോബ് എന്ന് പറയാൻ പറ്റുന്ന പോസ്റ്റിൽ. അപ്പം കൂടുതൽ ഡെസ്ക് ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അവർക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു പോയ പോസ്റ്റിൽ. ഒന്നുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ പോസ്റ്റിലേക്ക് ഒന്ന് റഫ് ആയിട്ടൊന്ന് പോവുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ പറഞ്ഞു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഏറ്റവും നല്ല പോസ്റ്റ്. ഇത് നമ്മുടെ ഈ പറഞ്ഞ പോളിസി മേക്കിംഗ് ഡെസ്ക് റോൾ ആണ് അതെന്ന് പറയുന്നത്. നമ്മുടെ മെയിൻലി റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഫയൽ മാനേജ് ചെയ്യുക, റിപ്പോർട്ട്സ് ഡ്രാഫ്റ്റ് ചെയ്യുക, പാർലമെന്റിലേക്കുള്ള ആവശ്യമുള്ള റിപ്ലൈസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുക. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പോളിസി മേക്കിംഗ്, ആ ഒരു ജോബ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന് വേണ്ടിയുള്ള ആവശ്യമുള്ള പോളിസീസ് മേക്ക് ചെയ്യുന്നതിൽ അസിസ്റ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മിനിസ്ട്രീസിലേക്കും ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഏറ്റവും നല്ല പോസ്റ്റ്, പക്ഷെ പ്രശ്നം ഡൽഹിയിലായിരിക്കും ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല പോസ്റ്റ് ആണ്, എന്താ ജോലി എന്നുള്ള വളരെ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ഒരു പോസ്റ്റ് ആണിത്. ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ആണ് വരുന്നത്, മോസ്റ്റ്ലി 9 to 5:30. നമ്മുടെ 5 hours വർക്കിംഗ് വീക്ക് ആണ് വരുന്നത്. പിന്നെ വീക്കെൻഡ്സ് ഓഫ് ആയിരിക്കും യൂഷ്വലി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റിംഗ് ഡൽഹിയിലായിരിക്കും വരുന്നത്, ക്യാപിറ്റലിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. എന്താ പറയാ, ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റുട്ടീൻ ജോബാണ് ഇതെന്ന് പറഞ്ഞത്. ASOടെ പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല പോസ്റ്റ്. നമ്മൾ വർക്ക് ചെയ്യുന്ന തന്നെ ഡൽഹിയിലും മിനിസ്ട്രീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള പോസ്റ്റാണിത്. ഇനി അടുത്ത പോസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റുകൾ, അത് അഗെയിൻ പല ഡിപ്പാർട്ട്മെന്റ്സിലും പല മിനിസ്ട്രീസിലും ഓർഗനൈസേഷനിലും ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ടാഗ് ആയിരിക്കും നമുക്ക് വരുന്നത്, പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡെസ്ക് പോസ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. ഓഫീസിലെ റെക്കോർഡ്സ് മാനേജ് ചെയ്യുക, സീനിയർ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ഡാറ്റാസ് വെച്ചുകൊണ്ട് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ തന്നെ, അതുപോലെ ഇന്റേണൽ കറസ്പോണ്ടൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ജോബ് എന്ന് പറയുന്നത്. അഗെയിൻ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് പബ്ലിക് ഇന്ററാക്ഷൻ വരുന്ന ഒരു പോസ്റ്റ് ആണ് അഗെയിൻ ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ്, ഓൾറെഡി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് ടു ദി ഗവൺമെന്റ് ആൻഡ് വേരിയസ് ഓർഗനൈസേഷൻ അണ്ടർ ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ആയിട്ട് പബ്ലിക് വർക്കിനെ ഓഡിറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഈ ഒരു ഫണ്ട് മൂവ്മെന്റ് കറക്റ്റായിട്ട് ഓരോ ഓർഗനൈസേഷനിലേക്കുള്ള ഫണ്ട് മൂവ്മെന്റ് അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക, അതിലെന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിൻ ആയിട്ട് അഗെയിൻ പോസ്റ്റിംഗ് വരുന്നത് നമ്മുടെ CAGയുടെ ഓഫീസിലും പല മിനിസ്ട്രീസിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലും മിനിസ്ട്രീസിലും ഒക്കെ ആയിട്ടായിരിക്കും അഗെയിൻ ഇത് വരുന്നത്. അഗെയിൻ ഒരു എന്താ പറയാ, കുറച്ചുകൂടി എന്താ പറയാ, റിലാക്സ്ഡ് ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു പോസ്റ്റ് ആണ് എന്ന് തന്നെ പറയാം. മെയിൻലി നമ്മളവിടെ കൂടുതലും ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും ഡീൽ ചെയ്യുന്നത്. പബ്ലിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒന്നും തന്നെ നമുക്ക് അവിടെ വരുന്നില്ല. നമുക്ക് ഡെസ്കിലേക്ക് വരുന്ന ആ ഒരു ഫയലുകൾ ക്ലിയർ ചെയ്ത് വിടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഒരു ഓഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ അടുത്ത റിസർച്ച് അനലിസ്റ്റിന്റെ പോസ്റ്റ് ആണ് എന്ന് തന്നെ പറയാം. റിസർച്ച് അസിസ്റ്റന്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ. അപ്പൊ അഗെയിൻ അതൊരു പ്യൂർലി അക്കാഡമിക്കും അതുപോലെ അനലൈറ്റിക് ഉള്ള റോൾ ആണ് അവിടെ വരുന്നത്. റിസർച്ചസ് കണ്ടക്ട് ചെയ്യുക ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അണ്ടറിൽ,
ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഉണ്ടാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്യുക, പിന്നെ കോംപ്രഹെൻസീവ് റിസർച്ച് റിപ്പോർട്ട്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അണ്ടറിലായിരിക്കും ആ ഒരു പോസ്റ്റും വരുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ പ്രഷർ ഇല്ല, ബിക്കോസ് നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു എൻഫോഴ്സ്മെന്റ് അല്ല, പക്ഷെ ഡെഫിനറ്റ്ലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഒരു ഓഫീസ് എൻവയോൺമെന്റ്, അത് അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഒരു പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനത്തെ ഒരു റോളാണ് നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റ് നമ്മൾ നേരത്തെ പോലെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പോലത്തെ ഒരു പോസ്റ്റ് ആണ്. നമുക്ക് ബില്ലെല്ലാം വെരിഫൈ ചെയ്യുക, ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന, അതുപോലെ സാലറി, പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രോസസ്സിങ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് അതിന്റെ എക്സ്പെൻസുകൾ ഹാൻഡിൽ ചെയ്യുക, കംപ്ലൈൻസ് ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. ലിറ്റിൽ പ്രഷർ ആൻഡ് ഈ പറഞ്ഞ പബ്ലിക് ഡീലിംഗ് ഒന്നും തന്നെ വരുന്നില്ല. പല മിനിസ്ട്രീസിലും പല ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഒരു കോർ ഫിനാൻസ് പോസ്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, നമ്മുടെ 32 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരേ ഒരു എക്സാം ആണ്. കൂടുതലും ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യുക, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൂടുതലും നമ്മുടെ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വർക്ക് വരുന്ന എപ്പോഴാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ പോപ്പുലേഷൻ സെൻസസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കുറച്ച് അധികം വർക്ക് വരുന്നത്. ബട്ട് അതർവൈസ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഫീൽഡ് ഓപ്പറേഷൻസ് ഒന്നും തന്നെ വരാത്ത, എന്താണ് ആ ഫീൽഡിൽ ഇപ്പോൾ ഈ പബ്ലിക്കിന്റെ ആ ഒരു പോപ്പുലേഷന്റെ ഒക്കെ കണക്കുകൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓഫീസേഴ്സ് ആണ് എടുക്കുന്നത്. ഒരിക്കലും JSO തന്നെ പോയി ആ ഒരു റിപ്പോർട്ട്സ് കളക്ട് ചെയ്യത്തില്ല. ആ ഒരു റിപ്പോർട്ട്സ് ഒക്കെ അവരുടെ അടുത്ത് വരുമ്പോൾ അത് അവർ അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു ഡാറ്റാസ് ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരു കംപ്ലീറ്റ്ലി എന്താ പറയുക, നമ്മുടെ ഫുള്ളി ഒരു ഡാറ്റ, കിട്ടുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ആ ഒരു ഡാറ്റ പ്രോസസ്സിങ്, അതിനെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക ഗവൺമെന്റിന്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റോളാണ് വരുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ JSOയുടെ റോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സീനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, നമ്മുടെ UDC ക്ലർക്ക് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അഗൈൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്, പിന്നെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, നമ്മുടെ ഗവൺമെന്റ് എന്താ പറയുക, ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒക്കെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ തന്നെ സർവീസ് ബുക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, അവരുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അതുപോലെ ഫയൽ പ്രോസസ് ചെയ്യുക, ലീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫയൽസ് ഒക്കെ പ്രോസസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അഗെയിൻ അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഒരു റുട്ടീൻ ജോബാണ്. എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു വർക്കിംഗ് അവേഴ്സിൽ വന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിലേക്കാണ് ആ ഒരു പോസ്റ്റ് വരുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഫൈനലി നമ്മുടെ TA, നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. നമ്മുടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, ആ ഒരു പോസ്റ്റ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൻലി നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇൻസ്പെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അവിടെ എസെൻഷ്യൽ പേപ്പർ വർക്കിന്, റെയ്ഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ആ ഒരു പേപ്പർ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ ടാക്സ് റിട്ടേൺസ് ഒക്കെ പ്രോസസ് ചെയ്യുക എന്നുള്ളത്, മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റൽ ഡിജിറ്റൽ ഡാറ്റാബേസ്, നമ്മുടെ ഈ പറയുന്ന ഇതിന്റെയൊക്കെ ഡാറ്റാബേസ്, ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റാബേസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ ടാക്സ് അസസ്മെന്റ് ഒക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഇൻകം ടാക്സിന്റെ റിട്ടേൺസിനൊക്കെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അതിന്റെ അസസ്മെന്റും അതിന്റെ ഈ പ്രോസസ്സിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഗെയിൻ അവിടെ വരുന്നത്. അത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും കസ്റ്റംസ് GST ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്, ടാക്സിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ മെയിൻലി ഓഫീസിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ, ജോലി, ഡ്യൂട്ടി ഒക്കെ തന്നെ വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഡെസ്ക് ജോബ് എന്ന് പറയുന്നത്, നമ്മുടെ SSL സീസണിന്റെ അണ്ടറിൽ വരുന്നത്. ഓൾറെഡി നമ്മൾ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓരോ പോസ്റ്റിനെ കുറിച്ചും ജസ്റ്റ് ഒരു ചെറിയ ഐഡിയ കൂടി എക്സ്ട്രാ തരാൻ വേണ്ടിയാണ് അതുകൂടി എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്, നമുക്ക് ഈ ഒരു ഓരോ ജോബ് റോളിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ SSL CGL എക്സാം വരാൻ പോവാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഏരിയാസ് കാണും. ജസ്റ്റ് ഒരു CGL എക്സാം എന്നുള്ളതൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മോട്ടിവേഷന് വേണ്ടി, പ്രിപ്പറേഷന്റെ മോട്ടിവേഷന് വേണ്ടി തന്നെ നിങ്ങളൊരു ജോബ്, ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇത് വേണം എന്നുള്ളത്. എന്നിട്ട് ആ പോസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ സാലറീസ് നോക്കുക, അതിന്റെ വർക്ക് കൾച്ചർ നോക്കുക, അതിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് അതിനെ ഒരു മോട്ടിവേഷൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പിലോട്ട് കൊണ്ടുപോകുക. ജസ്റ്റ് ഒരു CGL എക്സാം എന്നൊരു ആംഗിൾ മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു നിങ്ങൾക്ക് ഡൈനാമിക് ആയിട്ടുള്ള റോളാണ് ഇൻട്രസ്റ്റ്, അത് ഫോക്കസ് ചെയ്യുക. അതല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡെസ്ക് ജോബാണ് ഇഷ്ടം, അതേപോലത്തെ ജോബ് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അതിന്റെ കോളേജിലെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരൊക്കെ അടുത്ത വർഷത്തേക്കുള്ള എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഓർ ഈ വർഷം പാസ് ഔട്ട് ആയതിനു ശേഷം
വരായിരിക്കുന്ന SSCയുടെ CGL കഴിഞ്ഞിട്ടുള്ള പിന്നുള്ള എക്സാംസും ഉണ്ട്. ആ എക്സാംസിനൊക്കെ ഫോക്കസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചസിന്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ച ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ചും കൂടുതൽ അറിഞ്ഞുകൊണ്ട് ലൈക്ക് ഇതിന്റെ കൂടെ പാരലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇതൊന്നും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 1 മാസം കൊണ്ട് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാംസ് അല്ല. ഒരു 6 months പ്രിപ്പറേഷൻ, ചിലതൊരു 4 months പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടിയ എക്സാംസ് ആണ്. ഇപ്പോൾ CGL എന്നൊക്കെ പറഞ്ഞ ഒരു 6 മാസം പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിട്ട് തന്നെ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു MTS എക്സാമോ GD എക്സാം ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു 3 to 4 months പ്രിപ്പറേഷൻ ഏറ്റവും മിനിമം സിലബസ് കവർ ചെയ്യാൻ വേണ്ടി നല്ലപോലെ തന്നെ വേണം. ഇപ്പോൾ CGL ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം സിലബസ് കവർ ചെയ്യാൻ തന്നെ 4 to 5 മാസം വേണം. അപ്പോൾ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ വേണ്ടിയ എക്സാംസ് ആണ് ഇതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസോ ഒരു പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റിലാണ് ഇതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റോളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ഏറ്റവും നല്ല സാലറി, ഏറ്റവും നല്ല പോസ്റ്റുകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ തന്നെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അവിടെ പ്രോപ്പർ സ്റ്റഡി പ്ലാൻസ് ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് കാണും. ലൈവ് ക്ലാസ്സസ് ഈവനിങ് ടൈമിലായിരിക്കും പോകുന്നത്. സോ ഡേ ടൈം വേറെ ആക്ടിവിറ്റീസ് ഉള്ളവർ, ക്ലാസ് ഉള്ളവർ, വർക്ക് ഉള്ളവർ, അവർക്ക് ആ ക്ലാസ്സസ് മിസ്സാവാതെ ഈവനിങ് ടൈം ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി അതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ലൈക്ക് ഇപ്പം മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയുള്ള മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ആസ് എ പാക്കേജിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് കൂടുതൽ പോസ്റ്റുകളെ കുറിച്ചും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കുറിച്ചൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ചാനലും ഫോളോ ചെയ്യുക. ഇനി ഫ്യൂച്ചർ വരായിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.